നിങ്ങളുടെ മുഖത്തിന്റെ തിളക്കവും ദഹന വ്യവസ്ഥയും തമ്മിൽ നേരിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് നിങ്ങൾക്ക് വിശ്വസിക്കാനായെന്ന് വരില്ല. അങ്ങനെ എന്തെങ്കിലും കേട്ട ഉടനെ വിശ്വസിക്കുന്നതും ശരിയായ കാര്യമല്ല. എന്നാൽ ഈ കാര്യം സത്യമാണെന്നുള്ള തെളിവുകൾ ഞാൻ നിങ്ങൾക്ക് നൽകുന്നതാണ്. വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് അത് മനസ്സിലാവുകയും ചെയ്യും. ഇതിനെപ്പറ്റി കൂടുതൽ വ്യക്തമായി പറയുന്നതിന് മുന്നേ ഒരു ചെറിയ സംഭവത്തെക്കുറിച്ച് നോക്കാം. മൈക്കിൾ ജാക്സനെ പറ്റി അറിയാതെ ആരും തന്നെ ഉണ്ടാവില്ല. ഈ ലോകത്തിലെ പെൺകുട്ടികളുടെയൊക്കെ ആരാധനാപാത്രമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ ഒന്ന് നേരിട്ട് കാണാനായി ലോകത്തിലെ പല കോണിലുള്ളവർ ആഗ്രഹിച്ചിരുന്നു. ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ എന്തിനാ പറയുന്നത് എന്നായിരിക്കില്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? എന്നാൽ അതിനൊരു കാരണമുണ്ട്. മൈക്കിൾ ജാക്സന് അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ നിറം ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അദ്ദേഹത്തിന് സ്വന്തം മുഖത്തോട് വെറുപ്പായിരുന്നു. അദ്ദേഹം മുഖം മറയ്ക്കുന്നതിനായി തൊപ്പിയും നീണ്ട മുടിയും ഉപയോഗിച്ചിരുന്നു. ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിച്ചു എന്ന് വരില്ല. എന്നാൽ ലോകം കണ്ട മൈക്കിൾ ജാക്സന്റെ സിഗ്നേച്ചർ സ്റ്റൈൽ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഒന്നായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം മുഖത്തിൽ ധാരാളം സർജറികൾ ചെയ്തു. സ്വന്തം ആയുസ് വർദ്ധിപ്പിക്കുന്നതിനെ അദ്ദേഹം ഓക്സിജൻ ചാമ്പറിൽ ഉറങ്ങിയിട്ടുണ്ട്. എന്നിട്ടും 50-ാം വയസ്സിൽ അദ്ദേഹം മരണപ്പെടുകയുണ്ടായി. ഇപ്പോൾ തന്നെ മുകേഷ് അംബാനിയുടെ മകന്റെ വിവാഹത്തിൽ റിഹാനയെ ഒരുപാട് പണം നൽകിയാണ് ക്ഷണിച്ചത്. അവരുടെ മുഖവും അത്ര വെളുത്തതല്ല. എന്നാൽ അവരുടെ മുഖത്തിന് തിളക്കമുണ്ട്. ശരീരത്തിന്റെ നിറം നമ്മുടെ ജീനുമായി ബന്ധപ്പെട്ടതാണ്. അതായത് മാതാപിതാക്കളുടെ ശരീരത്തിന്റെ നിറം കറുപ്പോ ബ്രൗണോ ആണെങ്കിൽ നിങ്ങൾക്കും അങ്ങനെയുള്ള നിറം ലഭിക്കുവാൻ സാധ്യതയുണ്ട്. ലോകത്തിലെ ഏതൊക്കെ ക്രീമുകൾ ഉപയോഗിച്ചാലും നിങ്ങളുടെ മുഖത്തിന്റെ നിറം അങ്ങനെ തന്നെയായിരിക്കും. അതുപോലെ നിങ്ങളുടെ മാതാപിതാക്കൾ വെളുത്ത നിറമുള്ളവരാണെങ്കിൽ നിങ്ങൾ കൽക്കരി കൂനയിൽ ഇരുന്നാലും വെളുത്ത് തന്നെയായിരിക്കും. ബിപാഷ ബസുവിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ആദ്യമൊക്കെ ഇവരുടേത് പൊതുനിറമായിരുന്നു. ബോളിവുഡിൽ അഭിനയിക്കാൻ തുടങ്ങിയ സമയം ആളുകൾ അവരെ അവരുടെ നിറത്തെ ചൊല്ലി ജഡ്ജ് ചെയ്യുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അവരുടെ സ്കിൻ നല്ല ഗ്ലോയിങ് ആയി മാറിയിരിക്കുകയാണ്. ഇങ്ങനൊരു മാറ്റം സൃഷ്ടിക്കുന്നതിനായി അവർ എന്താണ് ചെയ്തതെന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. എന്നാൽ അതിനു മുന്നേ എൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. ബിപാഷ ബസുവിനെ പോലെ എൻ്റെ കൂടെ പഠിച്ച ഒരു കുട്ടിയുണ്ടായിരുന്നു. ആ കുട്ടി ബിപാഷ ബസു അല്ല കേട്ടോ. അവളുടെ പേര് സലോനി എന്നായിരുന്നു. ആളുകൾ അവളെ നിറത്തിൻ്റെ പേരിൽ കളിയാക്കുമായിരുന്നു. കാരണം അവളുടേത് കുറച്ച് ഇരുണ്ട നിറമായിരുന്നു. പിന്നീട് അവൾ ജോലിക്കായി ഡൽഹിയിൽ പോയി. 1 വർഷം കഴിഞ്ഞ് തിരികെ വന്നപ്പോൾ അവളുടെ നിറമാകെ മാറിപ്പോയി. അവളെ കണ്ടപ്പോൾ എനിക്ക് തിരിച്ചറിയാൻ പോലും സാധിച്ചില്ല. അവളുടെ ഇരുണ്ട നിറം ഇളം നിറമായി മാറി. സലോണിയുടെ സ്കിൻ ചേഞ്ചിന്റെ രഹസ്യം എന്താണെന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. നിങ്ങൾ ഇപ്പോഴും ഞാൻ പറയുന്നതിൽ വിശ്വാസം വരുന്നില്ലെങ്കിൽ അത് മാറ്റി എന്നെ വിശ്വസിക്കുക. എങ്ങനെ നിറത്തിൽ മാറ്റം വരുത്താൻ സാധിക്കും? സോ ലെറ്റ്സ് ബിഗിൻ. നമ്പർ 1, ഒബ്സർവ് യുവർ സ്കിൻ ടൈപ്പ്. ആദ്യമേ തന്നെ നിങ്ങൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് തിരിച്ചറിയുക. അതിനുശേഷം മാത്രമേ എന്തെങ്കിലും സൊല്യൂഷനിലേക്ക് നമുക്ക് പോകാൻ സാധിക്കൂ. ഒരാളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് കണ്ടുപിടിക്കുന്നത് വളരെയധികം എളുപ്പമാണ്. നിങ്ങളുടെ മുഖത്തിൽ എപ്പോഴും എണ്ണമയമുണ്ടെങ്കിൽ നിങ്ങളുടേത് ഓയിലി സ്കിന്നാണ്. എപ്പോഴും വരണ്ടുണങ്ങിയതാണ് നിങ്ങളുടെ സ്കിന്നെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ സ്കിന്നാണുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള ഫേസ് ഗ്ലോയിങ് സൊല്യൂഷനിലേക്ക് പോകുന്നതിന് മുന്നേ സ്വന്തം ചർമ്മം ഏത് തരത്തിലുള്ളതാണെന്ന് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഉദാഹരണത്തിന് നിങ്ങളുടേത് ഓയിലി സ്കിന്നാണെന്ന് കരുതുക. എന്നിട്ടും നിങ്ങൾ മുഖത്തിൽ ഫേസ് ജെൽ, ഫേസ് ഓയിൽ തുടങ്ങിയവ ഉപയോഗിക്കുകയാണെങ്കിൽ കാര്യം മോശമാകും. ഇത് രണ്ടുമല്ലാതെ ചിലരുടെ മുഖം വളരെയധികം സെൻസിറ്റീവുമാകാം. അങ്ങനെയുള്ളവരുടെ മുഖത്ത് ഫേസ് സ്ക്രബ് ഇട്ടതിന് ശേഷം സ്ക്രബ് ചെയ്ത് കളയുമ്പോൾ മുഖം ചുവന്നിരിക്കാറുണ്ട്. ഇങ്ങനെയുള്ളവർ മുഖത്ത് എന്തെങ്കിലും ഇടുന്നതിന് മുന്നേ വളരെയധികം ശ്രദ്ധിക്കണം. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് അനുസരിച്ച് മനസ്സിലാക്കുക. ഒബ്സർവ് യുവർ ഗട്ട് ഹെൽത്ത്. നിങ്ങളുടെ ദഹന വ്യവസ്ഥയ്ക്കും മുഖത്തിന്റെ ചർമ്മകാന്തിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? ഇന്നേവരെ നിങ്ങൾ ഇത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഒബ്സർവേഷൻ പവർ കുറവാണെന്ന് അതിനർത്ഥം. ജസ്റ്റ് എ ജോക്ക്. ബൈ ദ വേ, നിങ്ങളുടെ വയർ നല്ല രീതിയിൽ വൃത്തിയാകാത്ത ദിവസം അല്ലെങ്കിൽ വയറ്റിൽ ബുദ്ധിമുട്ടുള്ള ദിവസം നിങ്ങളുടെ മുഖം വാടിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതായത് മുഖത്തിന്റെ തിളക്കവും ദഹന വ്യവസ്ഥയും തമ്മിൽ നേരിട്ട് ബന്ധമുണ്ടെന്നാണ് ഇത് തെളിയിക്കുന്നത്. ഇതിന് പിന്നിൽ ബോഡി സ്ട്രക്ചറിന്റെ സയൻസാണുള്ളത്. നമ്മൾ എന്തെങ്കിലും കഴിക്കുമ്പോൾ ശരീരം അതിൽ നിന്നും ഗ്ലൂക്കോസ് ഉണ്ടാക്കും. കഴിക്കുന്ന ഭക്ഷണത്തിൽ എത്രത്തോളം കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, ഫൈബർ ഒക്കെയുണ്ടോ അതിനനുസരിച്ചായിരിക്കും ശരീരം അവയെ ദഹിപ്പിക്കുക. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഉണ്ടാവുന്ന ഗ്ലൂക്കോസ് ഏറ്റവും ആദ്യം പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്കാണ് പോവുക. കാരണം നമ്മുടെ ശരീരവും യന്ത്രം പോലെ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. അങ്ങനെ പ്രവർത്തിക്കുന്നതിലൂടെ ശരീരത്തിൽ നിന്നും ഊർജം കുറയുകയും ചെയ്യുന്നു. ഈ ഊർജം നിലനിർത്തുന്നതിനായി ശരീരം നേരത്തെ തന്നെ ഫ്യൂൽ സംഭരിച്ചു വയ്ക്കുന്നു. ഇവിടെ ഫ്യൂൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരീരത്തിന് ആവശ്യമായ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, ഫാറ്റ്, ഫൈബർ, മിനറൽസ്, വെള്ളം തുടങ്ങിയവയ്ക്കാണ്. പ്രധാന ഭാഗങ്ങൾക്ക് ആവശ്യമായ ഊർജം ലഭിച്ചു കഴിഞ്ഞ് ബാക്കിയുള്ളവ മറ്റുള്ള പ്രധാനമല്ലാത്ത നഖം, മുടി തുടങ്ങിയ ശരീരഭാഗങ്ങളിലേക്ക് പോകുന്നതാണ്.
നമ്മുടെ ദഹന വ്യവസ്ഥ ശരിയല്ലെങ്കിൽ ശരീരത്തിന് ആവശ്യമായ ഊർജ്ജം ലഭിക്കില്ല. അപ്പോൾ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങൾക്കൊപ്പം മുഖവും വാടിപ്പോകും. അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ശരീരത്തിൻ്റെയും ദഹന വ്യവസ്ഥയുടെയും ആരോഗ്യം നല്ല രീതിയിൽ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഇനി അടുത്ത പോയിന്റിനെ പറ്റി പറയാം. ഹെൽത്ത് ഫാക്ടേഴ്സ്. തീരെ മെലിഞ്ഞിരിക്കുന്ന ആളുകൾ കുറച്ച് ഹെൽത്തിയായ വെയിറ്റ് ഉണ്ടാക്കുമ്പോൾ അവരുടെ ചർമ്മം തിളക്കമുള്ളതാകുന്നത് വാസ്തവമാണ്. പ്രിയങ്ക ചോപ്ര, ബിപാഷ ബസു തുടങ്ങിയവർ അതിനുദാഹരണമാണ്. കരിയറിന്റെ തുടക്കത്തിൽ ഇവരുടെ നിറം അത്ര വെളുത്തതായിരുന്നില്ല. സ്കിൻ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും തിളക്കമുണ്ടാകുന്നു. അതിനൊരു ഉദാഹരണം പറഞ്ഞുതരാം. കുട്ടിക്കാലത്ത് എല്ലാവരും ഒത്തിരി ബലൂണുകൾ പെരുപ്പിച്ചിട്ടുണ്ടാവും. ബലൂണിൽ കാറ്റില്ലാത്ത സമയത്ത് അതിൻ്റെ നിറം വളരെയധികം ഡാർക്കായിരിക്കും. എന്നാൽ കാറ്റ് കയറ്റിക്കഴിഞ്ഞാൽ അത് ലൈറ്റ് ആവുകയും ചെയ്യാറുണ്ട്. ഇതുതന്നെയാണ് നമ്മുടെ സ്കിന്നിലും സംഭവിക്കുന്നത്. ശരീരത്തിൽ മസിൽസ് ഒക്കെ വളർന്നു തുടങ്ങുമ്പോൾ നിറവും ലൈറ്റ് ആവുന്നതാണ്. ശീർഷാസനം. സിനിമയിൽ അഭിനയിക്കുന്ന ഹീറോയിൻസിന്റെ ഒക്കെ മുഖത്ത് എല്ലായ്പ്പോഴും എങ്ങനെയാണ് തിളക്കമുണ്ടാകുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും. അവരെല്ലായ്പ്പോഴും മേക്കപ്പ് ഇട്ട് നടക്കുന്നത് കൊണ്ടോ ഹൈ ക്വാളിറ്റി കോസ്മെറ്റിക് പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നത് കൊണ്ടോ അല്ല ഇങ്ങനെ സംഭവിക്കുന്നത്. എൻ്റെ ഒരു സുഹൃത്ത് ബോളിവുഡിൽ ജോലി ചെയ്യുന്നുണ്ട്. അവൻ പറഞ്ഞ കാര്യമാണ് ഇതിൽ ഭൂരിഭാഗം ആളുകളും ശീർഷാസനം ചെയ്യാറുണ്ട് എന്നത്. ഇതിന് പിന്നിൽ സിമ്പിൾ ബോഡി സയൻസ് ആണുള്ളത്. ശീർഷാസനം ചെയ്യുന്ന സമയത്ത് രക്തം എതിർ ദിശയിലേക്ക് ഒഴുകുന്നു. അങ്ങനെ നമ്മുടെ തലഭാഗത്ത് ഒരുപാട് ബ്ലഡ് എത്തുന്നു. പിന്നെ നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് ബ്ലഡിൽ ഓക്സിജൻ ഉണ്ടെന്ന കാര്യം. ധാരാളം ബ്ലഡ് മുഖത്തേക്ക് വരുന്ന സമയത്ത് അവിടെയുള്ള ഓക്സിജന്റെ അളവ് കൂടുകയും അങ്ങനെ മുഖത്തിന്റെ തിളക്കം വർദ്ധിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്കിത് അനുഭവിച്ച് നോക്കണമെങ്കിൽ വെറുതെ നിന്നിട്ട് തല കാലിന്റെ അവിടെ എത്തിക്കുന്ന രീതിയിൽ കുനിയുക. അപ്പോൾ ചെവി, കണ്ണ്, മൂക്ക് എന്നിവിടങ്ങളിൽ ബ്ലഡ് പ്രഷർ വർദ്ധിക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടാം. ശീർഷാസനം മുഖത്തിന്റെ തിളക്കം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു മികച്ച മാർഗമാണ്. 0 കോസ്റ്റിൽ ദിവസവും 5 മിനിറ്റ് മാത്രം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് മികച്ച റിസൾട്ട് നേടാൻ സാധിക്കും. ശീർഷാസനത്തിന് ശേഷം വരുന്നത് വെള്ളത്തിന്റെ പ്രാധാന്യമാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ശരീരത്തിന്റെ 70% ജലമാണ് എന്നത്. അതുകൊണ്ട് തന്നെ ശരീരത്തിൽ ഒരു ദിവസം വെള്ളത്തിന് കുറവുണ്ടായാൽ പോലും നിങ്ങളുടെ മുഖത്തിന്റെ തിളക്കം തന്നെത്താൻ നഷ്ടപ്പെട്ടു പോകുന്നതാണ്. അതുകൊണ്ട് ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ശരീരത്തിന്റെ ജലാംശം കൃത്യമായ രീതിയിൽ നിലനിർത്തുക എന്നുള്ളതാണ്. ഇത് വളരെ ചെറിയൊരു കാര്യമാണ്. എന്നാൽ ആളുകൾ മുഖത്തിന്റെ തിളക്കം വർദ്ധിപ്പിക്കാൻ പല കാര്യങ്ങളും ചെയ്യുകയും വെള്ളത്തെപ്പറ്റി മറന്നു പോവുകയുമാണ് പതിവ്. അതുകൊണ്ട് മുഖത്തിന്റെ തിളക്കം ഫസ്റ്റ് ക്ലാസ് ആക്കി വെക്കണമെങ്കിൽ ദിവസവും 8 ഗ്ലാസ് വെള്ളം കുടിക്കേണ്ടതാണ്. ഇനി മെയിൽ ബോഡിയിലെ പ്രധാനപ്പെട്ട ഘടകമാണ് സെമൺ. മെയിൽ ബോഡിയിലെ ടെസ്റ്റോസ്റ്റെറോണിന്റെ അളവ് സെമണിലാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഈ ഹോർമോൺ മെയിൽസിന്റെ ശരീരത്തിലെ വളരെയധികം പ്രധാനപ്പെട്ട ഒന്നാണ്. കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും ലഭിക്കുന്ന ഊർജ്ജത്തിലൂടെ സ്പേം രൂപപ്പെടുന്നതിന് ഏകദേശം 1 മാസമെങ്കിലും വരും. ഏറ്റവും ആദ്യം ഉണ്ടാക്കുന്നത് ബ്ലഡാണ്. 5 ദിവസത്തിന് ശേഷം മസിൽസ് രൂപം കൊണ്ട് തുടങ്ങും. അതിനുശേഷം ഓരോ 5 ദിവസം കഴിയുമ്പോഴും ഫാറ്റിനും പിന്നെ ബോൺസ്, അവയിൽ നിന്നും മാരോ, പിന്നെ മജ്ജയിൽ നിന്നും സ്പേംസും ഉണ്ടാകും. നിങ്ങളുടെ വയസ്സ് 25-ൽ താഴെയാണെങ്കിൽ ബ്രഹ്മചര്യം എന്നത് നിങ്ങളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒന്നാണ്. പ്രാചീന കാലത്തും 25 വയസ്സ് വരെ പുരുഷന്മാർ ആശ്രമത്തിൽ കഴിഞ്ഞ് അറിവ്, വിദ്യാഭ്യാസം തുടങ്ങിയവ സമ്പാദിക്കുമായിരുന്നു. സോ ഗൈസ്, ടേക്ക് മീ സീരിയസ്ലി. ഇഫ് ദർ ഇസ് നോ ഫാബ് ദെൻ യു വിൽ ഷൈൻ. ഈ പറഞ്ഞതൊക്കെ പിന്തുടരുകയാണെങ്കിൽ നിങ്ങളുടെ മുഖത്ത് തീർച്ചയായും തിളക്കം വരുന്നതാണ്. ഇനി മുഖം തിളക്കമുള്ളതാക്കുന്നതിനായി വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ചില നുറുങ്ങുവിദ്യകൾ എന്താണെന്ന് നോക്കാം. ഇനി എപ്പോൾ പഴം കഴിച്ചാലും പഴത്തൊലി എവിടെയെങ്കിലും എറിയുന്നതിന് മുന്നേ മുഖത്ത് സ്ക്രബ് ചെയ്യുക. പഴത്തൊലിയുടെ ഉൾഭാഗം വെച്ച് മുഖം സ്ക്രബ് ചെയ്തതിന് ശേഷം 2 മിനിറ്റ് നേരത്തേക്ക് അതിനെ ഉണങ്ങാൻ അനുവദിക്കുക. അതിനുശേഷം നല്ല തണുത്ത വെള്ളം ഉപയോഗിച്ച് മുഖം കഴുകുക. ഒരാഴ്ച ഇത് തുടർച്ചയായി ചെയ്തു നോക്കുക. ഇതേ കാര്യം നിങ്ങൾക്ക് തക്കാളി ഉപയോഗിച്ചും ചെയ്യാവുന്നതാണ്. ഒരു തക്കാളി കഷ്ണം എടുത്ത് മുഖത്ത് മുഴുവൻ തേച്ചതിന് ശേഷം 2 മിനിറ്റ് ഉണങ്ങാൻ അനുവദിക്കുകയും അതിനുശേഷം കഴുകിക്കളയുകയും ചെയ്യുക. ഉരുളക്കിഴങ്ങിലും ഇതേ വിദ്യ ചെയ്യാവുന്നതാണ്. മുഖത്തിന്റെ ആരോഗ്യത്തിന് ഇതൊക്കെ തന്നെ ധാരാളം. എങ്കിലും നിങ്ങൾക്കിനിയും എന്തെങ്കിലും ചെയ്യണമെന്നാണെങ്കിൽ പാലിൽ മഞ്ഞളും ചന്ദനവും റോസ് വാട്ടറും കോഫി പൗഡറും ചേർത്ത് കുഴമ്പ് രൂപത്തിലാക്കി മുഖത്ത് പുരട്ടുക. ഇത് നിങ്ങളുടെ മുഖത്തിന്റെ തിളക്കം തീർച്ചയായും വർദ്ധിപ്പിക്കുന്നതാണ്. 21 ദിവസം നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പിന്തുടരുകയാണെങ്കിൽ നിങ്ങളുടെ മുഖത്ത് തിളക്കം വരുമെന്നത് ഉറപ്പാണ്.